Hello everyone, welcome to Inside Research Analytics Weekly Market Report. ഈ ഒരു ആഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 ഒക്ടോബർ 6 മുതൽ 10 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി ഈ ആഴ്ച വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു തിരിച്ചറിവ് കാഴ്ചവെച്ചിട്ടുണ്ട്. തുടർച്ചയായ 5ാം ദിവസവും ഇൻഡെക്സസ് നേട്ടം രേഖപ്പെടുത്തി. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകളിലുണ്ടായ അനുകൂല സൂചനകളും കൂടാതെ യുഎസിലെ ദുർബലമായ സാമ്പത്തിക ഡേറ്റയും നിക്ഷേപകരിൽ ആത്മവിശ്വാസം പകരുന്നതാണ്. വിദേശ നിക്ഷേപകർ ഈ ആഴ്ച 2,975 കോടി രൂപയുടെ ബൈയിങ് നടത്തി വിപണിയെ ബലപ്പെടുത്തുകയും ആഭ്യന്തര നിക്ഷേപകർ 8,391 കോടി രൂപയുടെ മൂലധന പ്രവേശനമായി വിപണിക്ക് പിന്തുണ നൽകി. നെറ്റ് നോക്കുമ്പോൾ 11,366 കോടി രൂപയാണ് വന്നത്. ഈ ഒരു ആഭ്യന്തര ആവേശമാണ് വിപണിയുടെ നീണ്ട ഇളവേൽക്ക് ശേഷം മുകളിൽ കുതിച്ചുയരാൻ സഹായകമായത്. ഈ ഒരാഴ്ച നിഫ്റ്റി 50 1.81%, മിഡ് ക്യാപ് 150 2.47%, സ്മോൾ ക്യാപ് 250 1.44% എന്നിങ്ങനെ ശക്തമായ നേട്ടങ്ങളോടെ ഈ ആഴ്ചയിൽ ക്ലോസ് ചെയ്തു. ഇന്ത്യാസ് വിക്സ് 1.85% കുറഞ്ഞത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചതിന്റെ അടയാളമാണ്. ഇത്തരം കമ്പനികളിലും ചെറുകിട ഓഹരികളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. കാരണം ആഭ്യന്തര നിക്ഷേപകരുടെ തുടർച്ചയായ പിന്തുണയും ഇന്ത്യയുടെ ദീർഘകാല വളർച്ച പ്രതീക്ഷയുമാണ്. അതേസമയം സ്വർണ്ണവില ഉയർന്നിരിക്കുകയാണ്. 10 ഗ്രാമിന് 1,21,492 എന്ന നിലയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. US ഗവൺമെന്റ് ഷട്ട്ഡൌൺ മൂലമുള്ള ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം, ഫെഡിന്റെ പലിശ നിരക്ക് കുറയുമെന്നുള്ള പ്രതീക്ഷ എന്നിവയാണ് സ്വർണ്ണവില ഉയരാൻ കാരണമായത്. സെക്ടർ വൈസ് നോക്കുമ്പോഴാകട്ടെ ഈ ഒരാഴ്ച നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻഡെക്സ് 6%, നിഫ്റ്റി IT 5.03% ഉയർന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു. പലിശ നിരക്ക് കുറയുമെന്നുള്ള ഒരു പ്രതീക്ഷയും ടെക് മേഖലയിൽ ചെലവുകൾ വർദ്ധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇതിന് പിന്നിലുണ്ട്. കൂടാതെ നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് 3.25% നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഉത്സവകാല ആവേശവും GST ഇളവുകളും അതിനെ പിന്തുണച്ചു. ആരോഗ്യ, സ്വകാര്യ ബാങ്ക്, PSU ബാങ്ക് മേഖലയിലും നല്ല മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറുവശത്ത് നിഫ്റ്റി മീഡിയ, ഓട്ടോ മേഖലയിൽ ചെറുതായിട്ടെങ്കിലും ഇടിവ് കാണിച്ചിട്ടുണ്ട്. വിപണിയിൽ വ്യാപകമായ വളർച്ച ഉണ്ടെങ്കിലും ചില മേഖലയിൽ ഇപ്പോഴും സമ്മർദ്ദത്തിലാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. US വിപണികൾ ഈ ഒരാഴ്ച ചെറിയ ഇടിവോടെയാണ് അവസാനിച്ചിട്ടുള്ളത്. ഡോ ജോൺസ് 0.52%, S&P 500 0.28% ഇടിവ് രേഖപ്പെടുത്തി. അമേരിക്കൻ സർക്കാർ ഷട്ട്ഡൌൺ മൂലം പ്രധാന സാമ്പത്തിക ഡേറ്റയുടെ പ്രസിദ്ധീകരണം വൈകിയതും നിക്ഷേപകരിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. ദക്ഷിണ കൊറിയയുടെ കോപ്സി 1.73% ഉയർന്നപ്പോൾ ജപ്പാന്റെ നിക്കായ് 1.01% ഇടിവ് രേഖപ്പെടുത്തി. യൂറോപ്യൻ വിപണിയിൽ FTSE 100 0.01%, ജർമ്മനിയിൽ ഡാക്സ് 0.12% ഇടിവ് രേഖപ്പെടുത്തി. ഏഷ്യൻ വിപണിയിൽ ഹാങ്കായ് കോമ്പോസിറ്റ് 0.94%, ഹോങ്കോങ് ഹാങ് സെങ് 1.80% ഇടിവ് രേഖപ്പെടുത്തി. ഇതൊക്കെ കാണിക്കുന്നത് ആഗോള വിപണി ഇപ്പോഴും അനിശ്ചിതത്തിലാണെങ്കിലും ഇന്ത്യൻ വിപണി തനതായ കരുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില $62.73 പെർ ബാരലിൽ ഉയർന്നിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് പ്രദേശ സംഘർഷങ്ങൾ മൂലമുള്ള വിതരണ ഭീഷണികൾ അതിന് കാരണമായി മാറിയിട്ടുണ്ട്. രൂപയുടെ മൂല്യം ഡോളറിന് 88.70 എന്ന നിലയിലേക്കാണ് എത്തിയിട്ടുള്ളത്. 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിനോട് അടുത്തുള്ളതാണിത്. 10 വർഷത്തെ ഗവൺമെന്റ് സെക്യൂരിറ്റി GSEC ബോണ്ട് ഈൽഡ് 6.54% മാറിയിട്ടുണ്ട്. ആകെ നോക്കുകയാണെങ്കിൽ വിദേശ നിക്ഷേപകർ മടങ്ങിയെത്തിയതും ആഭ്യന്തര ആവശ്യ വളർച്ചയും ആഗോള ഏജൻസികളുടെ ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം 6.9% ആയി ഉയർത്തിയതും വിപണിക്ക് ഉത്സാഹം നൽകുന്ന പ്രധാന ഘടകങ്ങളാണ്. ഈ ആഴ്ച ഇന്ത്യൻ വിപണി US ഷട്ട്ഡൌൺ പോലുള്ള ആഗോള അനിശ്ചിതത്വങ്ങളെ മറികടന്ന് ആത്മവിശ്വാസത്തോടെ മുന്നേറിയിരിക്കുകയാണ്. ആഭ്യന്തര ആവശ്യവും നിക്ഷേപകരുടെ പങ്കാളിത്തവും വിപണിയെ താങ്ങി നിർത്തിയിട്ടുണ്ട്. മുന്നോട്ടുള്ള ആഴ്ചകളിൽ വിപണിയുടെ പ്രവണത കൂടുതൽ ക്രൂഡ് ഓയിൽ വില, രൂപയുടെ മൂല്യം, ഫെഡിന്റെ തീരുമാനങ്ങൾ, ഉത്സവകാല വിൽപ്പന എന്നിവയെ ആശ്രയിച്ചിരിക്കുകയായിരിക്കും. ആകെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി ഇപ്പോഴും ആഗോള വിപണിയേക്കാൾ സ്ഥിരതയുള്ളതും പ്രതീക്ഷാഭരിതവുമാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.